നമ്മുടെ ആ ലക്ഷദ്വീപിൽ സ്വദേശിയുടെ ഇബ്രാഹിം മുഹമ്മദ് ഇബ്രാഹിം അവരുടെ റിലേറ്റീവ്സ് ഓൺ ദ ബെയിലാണ് വരുന്നേ ഉള്ളൂ. 12 മണിയോട് എടുത്തുവെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവർ കൺസെൻറ്റോട് കൂടി മാത്രമേ നമുക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യാൻ പറ്റത്തുള്ളതാണ് നമ്മുടെ പ്രിൻസിപ്പലിനെ അറിയിച്ചേക്കുന്നത്. അതൊഴിച്ച് ബാക്കി 4 ഇപ്പോൾ ചെയ്യുന്നതായിരിക്കും. മറ്റവരുടെ റിലേറ്റീവ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് കൺസെൻറ്റ് നൽകി. തീർച്ചയായിട്ടും നമ്മൾ RTO തലത്തിൽ അന്വേഷണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് സംഭവിച്ചത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാലപ്പഴക്കുന്ന വണ്ടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. 14 വർഷം കാലപ്പഴക്കമുള്ള വണ്ടിയാണെന്ന് തന്നെ മനസ്സിലാക്കിയത്. നോക്കാം, ഡീറ്റെയിൽ എൻക്വയറിക്കകത്ത് ഒറ്റ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. കുടുംബത്തിന് എന്തെങ്കിലും സഹായം നോക്കാം. അതൊക്കെ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാവുമല്ലോ. സമഗ്രമായ അന്വേഷണം ഉണ്ടാവും. തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചത് വ്യക്തത വരുത്തണമല്ലോ നമുക്ക്. അമിത വേഗതയാണോ പ്രാഥമികമായിട്ട് ലഭിച്ചത്? അത് അറിയത്തില്ല. അതിനോടൊപ്പം നമുക്ക് 2 വിഷയങ്ങൾ മഴ പെയ്യുന്നതുകൊണ്ട് വിസിബിലിറ്റി പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഒരു പക്ഷേ കുട്ടികൾ ഓവർടേക്ക് ചെന്നപ്പോഴായിരിക്കും ഈ എതിരെ വന്ന വണ്ടി കണ്ടത്. പിന്നെ എന്താ സംഭവിച്ചെന്നുള്ള ഡീറ്റെയിൽ എൻക്വയറിക്കകത്തേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വലിയ ആക്സിഡന്റുകൾ അങ്ങനെ പ്രോൺ ഏരിയ അല്ല. കാരണം ഒരു സിഗ്നലുണ്ട് അവിടെ. തീർച്ചയായിട്ടും അവിടെ ഒരു സിഗ്നലുണ്ട്. പിന്നെ അത് അവിടെ ഒരു ഓവർ സ്പീഡിങ് വരേണ്ട ഒരു സ്ഥലമല്ല അത്. പിന്നെ പ്രോപ്പർ ലൈറ്റിംഗ് ഉണ്ട്. എല്ലാം ഉള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഈ മഴയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് സംഭവിച്ചിരിക്കുന്നത്. കുട്ടികളല്ലേ, അങ്ങനെ അത്ര വലിയ പറയാൻ വലിയ വണ്ടിയാണ്. 7-8 സീറ്റർ വണ്ടിയാണ്. പിന്നെ മഴയുടെ ഒരു പ്രശ്നമാണ് ചൂണ്ടിക്കാണിക്കുന്നത് മെയിനായിട്ട്. അല്ലാതെ വേറെ അതിൻ്റെ അകത്തൊന്നും ഒരു ഫൗൾ പ്ലേ വേറെ ഒന്നും ഇതുവരെ ഇല്ല. ഇനി ബാക്കി ഇൻവെസ്റ്റിഗേഷൻ വണ്ടിയുടെ എല്ലാം വരുന്നുള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ ഇല്ല ഒന്നും ഇപ്പം ഇല്ല. ആദ്യം ഫസ്റ്റ് നമുക്ക് ഇവിടെയുള്ള ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങൾ കഴിയാതെ, ഫോർമാലിറ്റീസ് കഴിയാതെ, ഇതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ കഴിയാതെ ബാക്കി ഇൻവെസ്റ്റിഗേഷനിലേക്ക് പിന്നീട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ഇപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ബോഡികൾ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്, കൊടുക്കുക എന്നുള്ളതാണ്, ബന്ധുക്കൾക്ക് കൈമാറുക എന്നുള്ളതാണ്. അത് അവരുടെ ബ്ലഡ് റിലേറ്റീവ്സ് വന്നാലേ, ഫോറൻസിക് സർജൻ പറയുന്ന ബ്ലഡ് റിലേറ്റീവ്സ് വന്നാലേ അവരുടെ കൺഫർമേഷനോടുകൂടി തുടങ്ങാൻ പറ്റും. ബാക്കി എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. 4 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകും. അതായത് രക്തബന്ധത്തിലുള്ള ആരെങ്കിലും വന്നാൽ മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇബ്രാഹിമിൻ്റെ ഉപ്പയും ഉമ്മയും വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ 10 കൂടിയാണ് എറണാകുളത്ത് എത്തുന്നത്, വിമാനമാർഗ്ഗം എത്തുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള സമയം, ആ സമയം ഇവിടെ എത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങും. അപ്പോൾ ഒരു ബോഡിയുടെ പോസ്റ്റ്മോർട്ടം വൈകും എന്നുള്ളതാണ്. ബാക്കിയെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം നടത്തും. എന്താണ് അപകട കാരണം എന്ന് കണ്ടെത്തും എന്ന് കളക്ടറും അതോടൊപ്പം തന്നെ പോലീസ് നേതൃത്വവും അറിയിച്ചിട്ടുണ്ട്. 2 വിഷയങ്ങളാണ് പറയുന്നത്. ഒന്ന്, അമിത വേഗതയ്ക്ക് അപ്പുറത്തേക്ക് ഈ കനത്ത മഴയായിരുന്നു. അപ്പോൾ ആ കനത്ത മഴയിൽ വിസിബിലിറ്റിക്കുണ്ടായ പ്രശ്നത്തിലും ഈ അപകടം ഉണ്ടാകാം. അപ്പോൾ അതും ഒരു വിഷയമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിശോധിച്ച് എന്താണെന്ന് അപകട കാരണമെന്ന് കണ്ടെത്തും. കാരണം 5 വിലപ്പെട്ട ജീവനുകളാണ് പൊരിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്തുള്ളത് കണ്ടെത്തുന്നത് വളരെ അനിവാര്യവുമാണ്. എന്തായാലും ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 1-2 മണിക്കൂർ കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് 12 മണിക്ക് മുന്നേ തന്നെ ഇവിടെ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം ഇവരെ മൃതദേഹം ഈ നാടുകളിലേക്ക് കൊണ്ടുപോകുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. കുടുംബത്തിന് എല്ലാ സഹായങ്ങളും നൽകും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.